സോറി, കുറെ നേരമായോ വന്നിട്ട്? എക്സ്ക്യൂസ് മീ, ഒരു പോപ്കോൺ ഒരു കോഫി. പെപ്പയ്ക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. ഒരു ലൈം ജ്യൂസ് പറയട്ടെ? ഒന്നും വേണ്ടെന്നല്ലേ പറഞ്ഞേ. പെപ്പ എന്തിനാ ചൂടാവുന്നേ? സഖിയാ നിന്റെ അടുത്ത് ഒരു 1000 വട്ടം പറഞ്ഞിട്ട് ഇതേപോലത്തെ ഡ്രസ് ഇട്ടുകൊണ്ട് എന്നെ കാണാൻ വരരുത്. ഇത് അങ്കമാലിയാണ്. ഈ ഡ്രസ്സിന് എന്താ പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല. ഈ മാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് എന്നെ കാണാൻ വരണ്ട. ഈ ആറ്റിറ്റ്യൂഡ് വെച്ച് ജർമ്മനിയിലേക്ക് പെപ്പ എങ്ങനെ എൻ്റെ കൂടെ വരുന്നേ? അത് തന്നെയാണ് ഞാൻ ആലോചിക്കണേ. പെപ്പ തനി ഇരുന്ന സിനിമ ഉണ്ടാ മതി. ഒരു മിനിറ്റ്, ഞാൻ പോരാ. നീ ഇപ്പൊ കേറണ? എന്താ പിണക്കം മാറിയ? എന്നാ സിനിമയ്ക്ക് അറിയാലോ. നമസ്കാരം, മണിക്കൂട്ടാണ്, പറഞ്ഞോളൂ. ഞായറാഴ്ചയും പെരുന്നാളുകൾക്കൊക്കെ ഞങ്ങളുടെ ടീമിനെ പോലെ തന്നെ എല്ലാ ടീമുകളും ഷാപ്പിലുണ്ടാവും. വലിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതും കോംപ്രമൈസ് ആവണതും ഒക്കെ ഷാപ്പിൽ വെച്ചാണ്. കുന്നിലെ ഗ്യാങ്, തുറപ്പങ്കോല ടീം, കിഴക്കങ്ങാടിയിലെ പോഷ് ടീം, അങ്ങാടിക്കടവ് ടീം, പിന്നെ നമ്മുടെ പള്ളിയങ്ങാടി ടീം, എല്ലാവരും ഷാപ്പിലുണ്ടാവും. ഈസ്റ്ററായിട്ട് കനത്തിൽ എന്തെങ്കിലും കേട്ടി പറയണേ. എടാ വേറൊന്നും അല്ല മുന്തിരിക്കള്ള് പറഞ്ഞേ. വൈകിട്ട് അമ്മയുടെ വീട്ടിൽ പോളോ, മണം പിടിച്ചാൽ ശരിയാവൂല. അമ്മയുടെ പേര് അനീസ്ന്നല്ലേ? പോലീസ് കോൺസ്റ്റബിളല്ലേ? നിനക്ക് എന്നിട്ട് പറയണ്ടേ കോപ്പ്? കപ്പെടുത്തോ, പിന്നെ ബീഫ്, മൊയിലിറച്ചില്ലേ? ആ ഉള്ള മൊയിലിറച്ചി. എന്റെ കൈ കിട്ടില്ല, കൈ കിട്ടിന്റെ പണ്ടം വരുമ്പോ ഞാൻ പുറത്തു പന്നി. ഓരോ മാരണങ്ങളെ വീട്ടിലേക്ക് പെണ്ണങ്ങൾ വിളിച്ചു പറയാ. കുൻസായ്മ എന്തോ ചേട്ടാ ഒന്ന് പറഞ്ഞില്ലടാ. എന്തേ? ആ അത് പോട്ടെ. അപ്പൊ ഈസ്റ്റർ വിഷു 2 ദിവസത്തെ കച്ചവടത്തിന്റെ കാശ് 2.25 രൂപയുണ്ട്. തുരപ്പങ്കലിൽ 2 കച്ചവടക്കാരെ ഞാൻ റെഡി ആയിക്കോളാം. അപ്പോ ശനി ഞായറും നമുക്ക് നടത്താല്ലേ? വെട്ടി തൂക്കി വെക്കേണ്ട കാര്യം ഞാനും പരിപ്പറ്റു. അതെ, നായത്തോളം ഷാളോട്ട് 2 ബംഗാളികളാണ് നിർത്താം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 1 ലക്ഷം വെച്ച് നമ്മുടെ പെട്ടിയിൽ വീഴും. ഭീമ ശരിയല്ലേ? നല്ല പരിപാടിയാണ്. ബീഫ് മൊയിലിറച്ചി എടുത്തില്ലേ? ഒരു പ്ലേറ്റ് ഉണ്ടായുള്ളൂ. അത് ദേ ആ പിള്ളേരെടുത്തു. അവരാദ്യം മൊയിലിറച്ചി ഓർഡർ ചെയ്തെന്ന്. ഏതടവന്മാര്? മറ്റേത് മൊയിലിറച്ചിയും കൂട്ടി ഒരു ഞെരിയായിരിക്കാന്ന് വിചാരിച്ചതാ. നിനക്ക് വേണ? വാടാ വിടറാ. അത് വല്ല അൽഗുലത്ത് പിള്ളേരായിരിക്കും. ഏത് പിള്ളേരാ? മക്കളെ നിങ്ങൾ ഇന്ന് മൊയിലിറച്ചി തിന്നണ്ടാ. ഞങ്ങളൊന്ന് കഴിച്ചോട്ടെ, ജയിക്കണതാണല്ലോ. എന്റെ ദിവസം ചവിട്ടോട്ടല്ലേ അപ്പൊ എന്റെ വീട് അളിയണം കേട്ടോ. ബെസ്റ്റ് ആയിട്ടുണ്ട്. പിന്നീട് ഇരിക്കുന്നത് കൊളുത്ത് ജയ്സൺ, ഏറ്റവും പറയലിരിക്കുന്നത് വെടിവെള്ള അനീസ്.